കർത്താവിന്റെ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. परमेश्वर को धन्यवाद करता हूं. നിങ്ങളിവിടെ ഇംഗ്ലീഷിലാണ് പ്രസംഗങ്ങൾ കേട്ടുകൊണ്ടിരിക്കുക. आप हमेशा इंग्लिश में भाषण मिलता रहता था. എന്നാൽ ഇവിടെ ഈ ദിവസങ്ങളിൽ കേൾക്കുന്ന ഹിന്ദി സന്ദേശങ്ങൾ നിങ്ങൾക്ക് ഭാവിയിൽ വളരെയധികം പ്രയോജനപ്പെടുമെന്ന് ഞാൻ കർത്താവിൽ വിശ്വസിക്കുന്നു. अगर आप यहाँ से जो सुना हुआ हिंदी का भाषण आपका ये आगे आने दिनों वालों में आपके लिए बहुत बहुमूल्य होगा. കാരണം നിങ്ങൾ ഇവിടം വിട്ട് മറ്റ് സ്റ്റേറ്റിലേക്ക് പ്രവേശിക്കുമ്പോൾ ഹിന്ദി ഭാഷയാണ് കൈകാര്യം ചെയ്യേണ്ടതായി വരിക. आप इस केरल छोड़ के आप दूसरा स्टेट में जाएंगे ना, अगर उधर ज़्यादा से ज़्यादा आप हिंदी का भाषण देना ही पड़ेगा. അതുകൊണ്ട് സാറിൽ നിന്ന് കേൾക്കുന്ന ഹിന്ദി വാക്കുകൾ നിങ്ങൾ ശ്രദ്ധാപൂർവം കേൾക്കുകയും അത് പഠിക്കുകയും നിങ്ങൾ അത് പ്രചരിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യണം. आप आज सुनने वाला हिंदी का भाषण आप सीख के आप दूसरा जगह में बताने के लिए कोशिश करना है. അത് നിങ്ങളുടെ ജീവിതത്തിന്റെ വലിയൊരു മുതൽക്കൂട്ടായിരിക്കും. आपका जिंदगी में ये बहुत बहुमूल्य हो जाएगा. ഇന്ന് പകൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിലുള്ള സ്നേഹവന്ദനം നിങ്ങൾ എല്ലാവരോടും അറിയിക്കുന്നു. एक बार और आपको परमेश्वर प्रेमी परमेश्वर का धन्यवाद करना. വിശേഷാൽ ഓൺലൈൻ വഴി നമ്മെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രസിഡന്റ് സാറിനെയും വൈസ് പ്രസിഡന്റ് സാറിനെയും നമ്മുടെ ടീച്ചേഴ്സിനെയും ഒപ്പം നമ്മുടെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന സാറിനെയും എല്ലാം ഞാൻ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനവും സ്വാഗതവും ചെയ്യുന്നു. मगर ये हमारा जो ऑनलाइन में जो सुना वाला प्रेसिडेंट साहब वाइस प्रेसिडेंट साहब सारी टीचर को धन्यवाद करता हूँ. ഇന്ന് പകൽ ദൈവം നമ്മുടെ പക്കൽ കേൾക്കുവാൻ ഒരു വിശേഷതരമായ സന്ദേശമായി ഒരുക്കിക്കൊണ്ടുവന്ന സന്ദേശമല്ല, എന്നാൽ പ്രാർത്ഥനാപൂർവ്വം നിങ്ങളായിരിക്കുമെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു സന്ദേശം സ്വർഗ്ഗം നിങ്ങളെ കേൾപ്പിക്കാനിടയാകും. प्रार्थनापूर्व में ये सुनना है, लेकिन अगर आज से सुनेगा तो आपका जिंदगी में एक बदलाव संदेश आज मिला है. അത് നിങ്ങളെ ബലപ്പെടുത്തുന്ന ഒരു സന്ദേശമായിരിക്കും. वो संदेश में आपको शक्ति देगा. ഇന്നത്തെ വിചിന്തനത്തിനായി നമുക്കൊരു വേദഭാഗം വായിക്കാം. 125 സങ്കീർത്തനം അതിന്റെ 1-2 വാക്യങ്ങൾ. आज हम भजन संगीत 125 पद 1 और 2 आप पढ़ेंगे. ഞാനതൊന്ന് വായിക്കാം. मैं पढ़ता हूँ. യഹോവയിൽ ആശ്രയിക്കുന്നവർ കുലുങ്ങാതെ എന്നേക്കും നിൽക്കുന്ന സിയോൻ പർവ്വതം പോലെയാകുന്നു. जो परमेश्वर में जो आदमी विश्वास करेंगे कभी भी डरेगा नहीं, वो ताकत से खड़ा होगा. പർവ്വതങ്ങൾ യെരൂശലേമിനെ ചുറ്റിയിരിക്കുന്നു. യഹോവ ഇന്നു മുതൽ എന്നേക്കും തന്റെ ജനത്തെ ചുറ്റിയിരിക്കുന്നു. पर्वत यरूशलेम का साथ रहेगा, ऐसे परमेश्वर हमारा साथ हमेशा रहेगा. ഇവിടെ വായിച്ചു കേട്ടത് സർവശക്തനായ ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു ദൈവ പൈതലിനെ ദൈവം എങ്ങനെ കാത്തു സൂക്ഷിക്കുന്നു എന്നുള്ളതായ ഒരു കാര്യമാണ്. अब जो पढ़ा हुआ है ये परमेश्वर का बच्चे को परमेश्वर सर्वशक्तिमान परमेश्वर प्रेमी परमेश्वर कैसे आपको बचावट करेगा, कैसे आपको रक्षा करेगा, ये वचन हम लोग पढ़ाए. നമ്മൾ സുവിശേഷവുമായി ലോകത്തിലേക്ക് ഇറങ്ങുമ്പോൾ നാം സേവിക്കുന്ന ദൈവത്തെക്കുറിച്ച് നമുക്ക് നല്ലൊരു അറിവുണ്ടായിരിക്കണം. हम परमेश्वर का वचन पेश करने के लिए जो बात जाएगा हमारा साथ एक अच्छा ज्ञान होना चाहिए. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ സ്ട്രെസ് ചെയ്ത് നിങ്ങളോട് അറിയിക്കുവാൻ ഞങ്ങൾ താല്പര്യപ്പെടുന്നു. इसलिए इस वचन आपको ज्यादा प्रेस करके हम लोग बता रहे हैं. നിങ്ങൾ ലോകത്തിലേക്ക് ഇറങ്ങുമ്പോൾ യേശുക്രിസ്തു ആരാണെന്നും തന്റെ പ്രവൃത്തികൾ എന്തായിരുന്നുവെന്നും ഇന്നത്തെ കാലഘട്ടത്തിൽ അതിന്റെ പ്രസക്തി എന്തൊക്കെയാണെന്നുമുള്ള ചോദ്യങ്ങൾ സമൂഹത്തിൽ നിന്നുണ്ടാകും. आप जो ये दुनिया में जाएगा, आप जो वचन पेश करने के लिए जाएगा, कई आपको प्रश्न आपका जिंदगी में आएगा. जो कौन है यीशु, क्या है यीशु, कैसे क्या करता है यीशु, ये सब क्वेश्चन आपका जिंदगी में आ जाएगा. ഒരിക്കൽ യേശു തന്റെ ശിഷ്യന്മാരും കൂടി കൈസരിയ എന്ന പ്രദേശത്തു കൂടി കടന്നു പോകുമ്പോൾ യേശു ശിഷ്യന്മാരോട് ഒരു ചോദ്യം ചോദിക്കുന്നതായി മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം
13-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്. Matthew chapter 16:13 में ऐसे कहा था ये परमेश्वर को यीशु को एक क्वेश्चन चेला ने पूछा है. ജനങ്ങൾ മനുഷ്യപുത്രനെ കുറിച്ച് ആരെന്ന് പറയുന്നു എന്നുള്ളതായിരുന്നു ആ ചോദ്യം. यीशु ने यो ചോദ്യം वो प्रश्न वो जो इनका चेले को पूछा है ये लोग मेरा बारे में क्या बोलता है. അതിന് പത്രോസ് മറുപടി നൽകുന്നത് ഇങ്ങനെയാണ്. ചിലർ യോഹന്നാൻ സ്നാപകനെന്നും कई इसका प्रश्न का उत्तर देने वाला पत्रोस ने कहा आपका बारे में लोग യോഹന്നാ ऐसे बोलता है. ചിലർ ഇരമ്യാവെന്നും कुछ लोग बोलता है आप इरमिया है. ചിലർ ഏലിയാവെന്നും പറയുന്നു എന്നതായിരുന്നു പത്രോസിന്റെ മറുപടി. कई लोग बोलता है एलिया है आप एलिया. ഇങ്ങനെ 3 വ്യത്യസ്തമായ ഉത്തരങ്ങൾ കൊടുക്കുവാൻ ഒരു കാരണമുണ്ട്. ऐसे 3 तरफ उत्तर दिया. इसका कारण है ഈ ജനം യോഹന്നാന്റെ ശുശ്രൂഷയെക്കുറിച്ച് അറിഞ്ഞവരും അനുഭവിച്ചവരുമാണ്. क्योंकि ये लोग യോഹന്നാൻ का बारे में इसका सेवकाई पता है. इनको जानकारी भी है. യോഹന്നാൻ കർക്കശമായ ശൈലിയിൽ ദൃഢമായി സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്. യോഹന്നാൻ एक कठिन सा फेस करता है वचन. അങ്ങനെ പലപ്പോഴും താൻ സംസാരിച്ചിട്ടുണ്ട്. ഒരിക്കലും ഇങ്ങനെ പറഞ്ഞു, അതെ, സർപ്പസന്തതികളെ വരുവാനുള്ള കോപത്തിൽ നിന്ന് ഓടി രക്ഷപ്പെടുവാൻ നിങ്ങളെ ബുദ്ധി ഉപദേശിച്ചതാരാണ്? യോഹന്നാൻ ऐसे कहा सांप का बच्चा लोग है आप जो परमेश्वर का रास्ता छोड़ के क्यों जा रहे हैं, क्यों आपको बताया, आपको बुद्धि क्यों दिया, ऐसे पूछता है. അസത്യത്തിന്റെയും അനീതിയുടെയും അധർമ്മത്തിന്റെയും പാതയിൽ ചലിക്കുന്നവരെ സർപ്പസന്തതികളെ എന്നുപോലും വിളിക്കുവാൻ മടിയുണ്ടായിരുന്നവനല്ല യോഹന്നാൻ. जो असत में अधर्म में जो रहता है वो लोग को യോഹന്നാൻ ने कहा है तुम सांप का बच्चा है ऐसे बोलने में कभी डरा नहीं യോഹന്നാൻ. അങ്ങനെ ശക്തമായി പ്രതികരണ ശേഷിയുള്ള ഒരു ചെറുപ്പക്കാരനായിരുന്നു യോഹന്നാൻ. യോഹന്നാൻ ये अच्छा प्रतिകരണം करने वाला आदमी है. എന്നാൽ ഒരു സത്യം സംസാരിച്ചു പോയതിന്റെ പേരിൽ അന്നത്തെ രാജാവ് തന്നെ ശിരച്ഛേദം ചെയ്യുവാനിടയായി. एक बार इन्होंने सत्य बोला था इसलिए इसका राजा इनको गला में कटा हुआ है. അങ്ങനെ ഒരു ദിവസം ഈ യേശുവിന്റെ ശുശ്രൂഷയെ ജനം ശ്രദ്ധിക്കുകയാണ്. एक दिन यीशु का शुश्रूषा में देखता है लोग. ഈ യോഹന്നാനെ പോലെ തന്നെ കർത്താവായ യേശു ക്രിസ്തു ദേവാലയത്തിലേക്ക് കടന്നു ചെന്നിട്ട് അവിടെ കണ്ട വാണിഭക്കാരോട് ഇങ്ങനെ പറഞ്ഞു. यीशु भी जो देवालय में जो चला गया कलश में गया जैसे യോഹന്നാൻ आता है ऐसे स्टाइल में യോഹന്നാൻ भी कहा എന്റെ ആലയം ദൈവത്തിന്റെ പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും, നിങ്ങളോ അതിനെ കച്ചവട സ്ഥലമാക്കി മാറ്റി. इन्होंने यीशु ने कैसे ये कहा ये मेरा आलय मेरा मंदिर आप जो बिजनेस वाला का मंदिर बनाया ये एक्चुअली ये पवित्र आत्मा का पवित्र परमेश्वर का आलय है. ये मंदिर है आप जो गलत से यूज करता है. ഇത് കള്ളന്മാരുടെ ഗുഹയാക്കി നിങ്ങൾ മാറ്റി. ये आलय ये मंदिर आप चोर वाले का मंदिर बनाया दिया. അങ്ങനെ പറഞ്ഞിട്ട് ചാട്ടവാറെടുത്ത് അവിടുത്തെ കച്ചവടക്കാരെ അടിച്ച് പുറത്താക്കുകയാണ്. ऐसे करने के बाद यीशु ने ये लाठी लेके जो आदमी को जो चीज को वहां से भगा दिया. അങ്ങനെ कണ്ട ജനമാണ് പറഞ്ഞത് ഇവൻ യോഹന്നാൻ സ്നാപകനെ പോലെ പ്രവർത്തിക്കുന്നു എന്ന്. तो इसीलिए लोग बोला जैसे യോഹന്നാൻ ने कहा ऐसे इन्होंने भी कहा ये लोग ऐसे सोचा था ये യോഹന്നാൻ है. എന്നാൽ മറ്റു കുറച്ച് ജനം യേശുവിന്റെ മറ്റൊരു മുഖമാണ് കണ്ടത്. लेकिन कुछ लोग यीशु का चेहरा जो दूसरा तरफ से देखा है അത് ഏലിയാവിന്റെ മുഖമായിരുന്നു. ऐसे एलिया का चेहरा जैसे लगता था यीशु का चेहरा. നമുക്കറിയാം ഏലിയാവ് മരിച്ചവരെ ഉയർപ്പിച്ചിട്ടുണ്ട്. एलिया ने क्या किया जो मरा हुआ आदमी को जी उड़ाया. ഒത്തിരി വീര്യപ്രവൃത്തികളും അത്ഭുത പ്രവൃത്തികളും ചെയ്ത ഒരു മനുഷ്യനാണ് ഈ ഏലിയാവ് എന്ന് പറയുന്നത്. एलिया ने कई
एक अचंबा काम, एक अद्भुत काम किया हुआ है। ഇതുപോലെ തന്നെ യേശുവും പ്രവർത്തിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. ऐसे यीशु भी ये अद्भुत काम करता था। മരിച്ചവരെ ഉയർപ്പിക്കുന്നു, जो मरा हुआ उसको जी उड़ाया, കുഷ്ഠരോഗികൾക്ക് സൗഖ്യം കൊടുക്കുന്നു, रोगी से चंगाई दिया। അങ്ങനെ ബഹുവിധമായ രോഗങ്ങൾ ബാധിച്ചിരുന്നവർക്ക് സൗഖ്യം കൊടുക്കുന്നു. ऐसे कई कई बीमारी हुआ ना, उसको सबको चंगाई यीशु ने किया। അങ്ങനെ ഒത്തിരി അത്ഭുതങ്ങൾ കണ്ട ജനം പറയുകയാണ്, ഇവൻ ഏലിയാവിന്റെ ആത്മാവിൽ ऐसे कई പ്രവർത്തിക്കുന്നവൻ. तरह अद्भुत उन्होंने देखा, ऐसे ये भी एलिया का आत्मा से आया हुआ है, ऐसे बोला। അതുകൊണ്ടാണ് അവർ അങ്ങനെ കർത്താവിനെ കുറിച്ച് പറയാനിടയായത്. इसीलिए लोग ऐसे यीशु के बारे में ऐसे सोचा हुआ है। എന്നാൽ മറ്റൊരിടത്ത് വേറെ ചില ജനം പറയുകയാണ്, ഇവൻ യിരെമ്യാ പ്രവാചകന്മാരിൽ ഒരുവനെ പോലെ പ്രവർത്തിക്കുന്നു എന്ന്. दूसरी जगह में कुछ लोग बोलता है इन्होंने यीशु ने जैसे यिर्मयाह का काम तरफ करता है। നമുക്കറിയാം യിരെമ്യാ പ്രവാചകൻ വിലാപങ്ങളുടെ പ്രവാചകനാണ്. ये यिर्मयाह भविष्यवाणी जैसे रोना वाला भविष्यवाणी का मन में आया हुआ है। ഒരു ദേശത്ത് എന്തെങ്കിലും പ്രതിസന്ധിയോ ദുഃഖവാർത്തകളോ ഉണ്ടാകുമ്പോൾ താൻ അറയിൽ കിടന്ന് ദൈവത്തോട് കരഞ്ഞു നിലവിക്കുന്ന ഒരു പ്രവാചകനാണ്. यिर्मयाह ने भविष्यवाणी यिर्मयाह कई भी प्रॉब्लम, कई भी परेशानी, कई भी मुसीबत देश में हो गए तो वहां जाके एक कॉर्नर में बैठ के रोना था। ദേശത്തെ ജനത്തിന് വേണ്ടി ആത്മഭാരത്തോടെ കണ്ണുനീരൊഴുക്കി കരയുന്ന യിരെമ്യാ പ്രവാചകനെ ജനം കണ്ടിട്ടുണ്ട്. देश के लिए इन्होंने इतना रोके, देश के लिए बचाने के लिए प्रार्थना करने वाला आदमी को लोग देखा है। यिर्मयाह एक रोना वाला भविष्यवाणी है। അതുപോലെ തന്നെ നമ്മുടെ കർത്താവും കരഞ്ഞ് വിലപിക്കുന്ന ചില സന്ദർഭങ്ങൾ ബൈബിളിൽ കാണാൻ സാധിക്കും. ऐसे हमारा प्रभु यीशु ने भी कई जगह में रोना का मौका मिला था। ഒരിക്കൽ യെരൂശലേമിന്റെ പതനത്തെ കണ്ടിട്ട് യേശു ഇങ്ങനെ പറയുകയാണ്, एक दिन यरूशलेम का पतन देख करके यीशु ने ऐसे कहा, യെരൂശലേമേ യെരൂശലേമേ, കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ കീഴിൽ ചേർക്കുന്നത് പോലെ എനിക്ക് നിങ്ങളെ ചേർത്തുകൊള്ളുവാൻ എത്രയോ വട്ടം മനസ്സായിരുന്നു. ऐसे यीशु ने कहा, यरूशलेम यरूशलेम, तुम लोग जैसे मुर्गी उसका बच्चे को कैसे संभाल लाता है, ऐसे आप लोगों को संभालने के लिए मेरे को कई बार इसको सोचा हुआ था, मेरा मन में ऐसे हुआ था। അതുപോലെ തന്നെ ലാസറിന്റെ ഭവനത്തിൽ വന്ന് യേശു കണ്ണുനീർ വാർത്തു കരയുകയാണ്. ऐसे भी यीशु लाजर का घर में आके, इसका बेरीड का प्लेस में आके इन्होंने रोया हुआ था। ഇങ്ങനെ ആർദ്രവും ഹൃദയസ്പർശിയുമായ കർത്താവിന്റെ സമീപനം കണ്ടിട്ടാണ് ജനം പറയുന്നത്, ഇവൻ യിരെമ്യാ പ്രവാചകനെ പോലെ സംസാരിക്കുന്നു. जैसे यीशु ने ये मन में, हृदय में रोने का मन हुआ था, ऐसे ये लोग देखा। देन यीशु ने कहा, यीशु का बारे में कहा, ये यिर्मयाह का मन में आया हुआ है। എന്റെ പ്രിയമുള്ളവരെ, കർത്താവ് ചോദിച്ചതിനുള്ള ഉത്തരമാണ് പത്രോസ് പറഞ്ഞത്. हमारा भाइयों है, इन्होंने क्या बोला, पत्रोस ने क्या बोला, उसका जवाब यीशु ने दिया। എന്നാൽ യേശു തിരിഞ്ഞിട്ട് മറ്റൊരു ചോദ്യം കൂടി ചോദിക്കുകയാണ്, ലോകം എന്ത് പറയുന്നു എനിക്ക് വലിയ പ്രസക്തിയുള്ള കാര്യമല്ല. यीशु ने कहा, पत्रोस ने कहा ये लोग क्या, दुनिया क्या बोले, ये मेरा कोई चिंता नहीं है। എന്നാൽ കഴിഞ്ഞ 3 വർഷക്കാലമായി ഞാൻ ചെയ്ത അടയാളങ്ങളും അത്ഭുതം കണ്ട് എന്നെ പിൻപറ്റിയ നിങ്ങൾ എന്നെ കുറിച്ച് എന്ത് പറയുന്നു എന്നാണ് കർത്താവ് ചോദിച്ചത്. मेरा बात ऐसे है, ये मेरा अद्भुत आप लोग देखा है, चैनलों को बोला है, लेकिन आप लोग मेरे बारे में क्या बोलता है, यही क्वेश्चन है, उसको पूछा है। ആ ചോദ്യമാണ് ഇന്ന് നമ്മോട് ചോദിക്കുന്നത് കർത്താവ്. ये सेम क्वेश्चन आपको भी हमारा प्रभु यीशु हम सबको पूछ रहे, आप क्या बोलता है यीशु का। കഴിഞ്ഞ 3 വർഷക്കാലമായി ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് വചനം പഠിച്ചു, കർത്താവിന്റെ സാന്നിധ്യത്തെ രുചിച്ചറിഞ്ഞു, കർത്താവിൽ നിന്ന് പ്രാപിച്ചു. നിങ്ങൾ എന്നെ കുറിച്ച് എന്ത് പറയുന്നു? लास्ट 3 years से आप इधर वचन पढ़ता है, जो पढ़ने के बाद आप प्रभु यीशु के बारे में क्या जानता है। ആ കർത്താവ് ഇന്ന് നിങ്ങൾക്ക് ആരായിരിക്കുന്നു? आप भी परमेश्वर आपको क्या है। അതിന് കർത്താവിന്റെ ശിഷ്യനായ പത്രോസ് പറയുന്ന മറുപടിയാണ്, इसका
इसका जवाब पतरस ने कहा, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു അത്രേ. आप जीवित परमेश्वर, ये प्रभु का पुत्र है. യേശു തിരിഞ്ഞിട്ട് പറഞ്ഞു, ശിമോനെ, यीशु टेक करके बताया, शिमोन, ഇത് ജഡരക്തങ്ങളല്ല, എന്റെ സ്വർഗസ്ഥനായ പിതാവാണ് നിനക്ക് ഇത് വെളിപ്പെടുത്തി ये തന്നിരിക്കുന്നത്. चीज आपको जो रिवील किया था, ये शरीर का नहीं है, ये बट आपको ये परमेश्वर ने आपको ये चीज बताया. നീ പത്രോസ് ആകുന്നു, तुम पत्रोस है, ഈ പാറമേൽ നീ പാറയാകുന്നു. तुम पेट्रा है. അതുകൊണ്ട് ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണിയും. इस पेट्रा में मेरा चर्च कलेशा बनाया. പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. कोई अंधकार का शक्ति को इसको विजय प्राप्ति नहीं कर पाएगा. ഇന്ന് കർത്താവ് നിങ്ങളിൽ ചിലരെ നോക്കി പറയുകയാണ്, നീ പത്രോസ് ആകുന്നു. परमेश्वर आपको देख के पूछ रहे, तुम पत्रोस है, നീ പാറയാകുന്നു. तुम पत्रा है. എനിക്ക് നിങ്ങളെ ഉപയോഗിക്കുവാനുണ്ട്. तुमसे एक काम मेरे के लिए करने के लिए चाहता है. നിങ്ങളിലൂടെ ദൈവസഭകൾ പണിയപ്പെടും. तुम्हारे से एक कलेश बनाना है. പ്രതിസന്ധികൾ ഉണ്ടാകും, प्रतिसंधि में हो सकता है, എതിർപ്പുകൾ ഉണ്ടാകും, तुम बाहर का प्रॉब्लम हो जाए, പാതാള ഗോപുരങ്ങൾ എഴുന്നേറ്റ് വരാം. अंधकार शक्ति आपको ऊपर में आएगा. എന്നാൽ ഈ സഭയെ ജയിക്കുവാൻ അവർക്ക് കഴിയുകയില്ല. लेकिन वो अंधकार शक्ति आपको इस परमेश्वर का कलेश को जीतेगा नहीं. എന്നിട്ട് കർത്താവ് ഒരു മനോഹരമായ ഗിഫ്റ്റ്, ഒരു സമ്മാനം പത്രോസിന് കൊടുക്കുകയാണ്. वो परमेश्वर यीशु ने एक अच्छा सम्मान पत्रोस को. പത്രോസേ, സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു. हम स्वर्ग राज्य का चाबी आपको देता है. നീ ഭൂമിയിൽ കെട്ടുനോക്കിയും സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, ഭൂമിയിൽ അഴിക്കു നോക്കിയും സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കും. दुनिया में क्या बनाएगा वो स्वर्ग में भी बनाएगा. तुम जो निकालेगा वो स्वर्ग में भी निकालेगा. സ്വർഗരാജ്യത്തിന്റെ താക്കോൽ പത്രോസിന്റെ കരങ്ങളിൽ ദൈവം വിശ്വാസത്താൽ കൊടുക്കുകയാണ്. स्वर्ग राज्य का चाबी मैं तुम्हारा साथ देगा. प्रभु यीशु ने कहा, स्वर्ग राज्य का चाबी तुम्हारा. ഇനി ഈ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ആരൊക്കെ തങ്ങളുടെ ഹൃദയത്തിൽ യേശു ക്രിസ്തുവിനെ ദൈവപുത്രനാണെന്ന് സമ്മതിച്ചു, അവിടെയൊക്കെ മുൻപിൽ ഒരു താക്കോൽ എത്തപ്പെടുകയാണ്. आप ये संदेश सुनाए, आप ये विश्वास करते थे, आपका ऊपर भी एक चाबी दिएगा, प्रभु आपको दे देंगे. ആ താക്കോൽ ഇന്ന് നിങ്ങളുടെ മുൻപിൽ നിൽക്കുകയാണ്. वो चाबी आपका सामने है. അത് കരസ്ഥമാക്കുവാൻ എത്ര പേർക്ക് താല്പര്യമുണ്ട്? कितना आदमी को ये प्राप्त कर सकता. അങ്ങനെ പത്രോസ് ദൈവത്തിന്റെ സന്നിധിയിൽ നിന്നും അനുഗ്രഹങ്ങൾ ഏറ്റുവാങ്ങി. इसलिए प्रभु परमेश्वर इनको आशीष दिया पत्रोस को. എന്നാൽ ഈ താക്കോൽ ഉടനെയൊന്നും തനിക്ക് ഉപയോഗിക്കാൻ കഴിഞ്ഞില്ല. लेकिन पत्रोस ने तुरंत ये चाबी को कुछ काम नहीं कर. യേശു ശിഷ്യന്മാരോട് പറഞ്ഞിരുന്നു, നിങ്ങൾ പിതാവിനോട് കേട്ട വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. यीशु ने चेले को बताया, जो परमेश्वर का वाग्दत्त प्रॉमिस के लिए तुम लोग वेट करना ही पड़ेगा. നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദിയിലും ശമരിയിലും ലോകത്തിന്റെ അതിർത്തികൾ വരെയും എന്റെ സാക്ഷികളായി തീരും. तुम लोग शक्ति लेकर के मेरा गवाही बनना है. यरूशलेम में, यहूदा में, शमरिया में, दुनिया का एंड तक मेरा गवाही होना है. കർത്താവിന്റെ സ്വർഗ്ഗാരോഹണ ശേഷം ശിഷ്യന്മാർ 120 പേർ ഒന്നിച്ചു കൂടിയിരുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ മേൽ വരണമേ എന്ന് അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. I say 120 Lord, एक कलीसिया में बैठ करके परमेश्वर का शक्ति के लिए, पवित्र आत्मा शक्ति के लिए वो लोग प्रार्थना किया यीशु का जी उड़ाने के बाद. അങ്ങനെ അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു കൊടിയ കാറ്റടിക്കുന്ന പോലെ അഗ്നിനാവുകൾ അവിടെ പ്രത്യക്ഷപ്പെടുകയും ഓരോരുത്തന്റെ മേൽ അത് പതിയുകയും ചെയ്തു. वो लोग ऐसे जोड़ के प्रार्थना करने का समय में पवित्र आत्मा ऊपर से आकर के ये अग्नि नाव को देखने के लिए ये बहुत बड़ा भयंकर का विंड हवा आके ये लोग पवित्र आत्मा इसको वो ऊपर आ गया. അവരെല്ലാവരും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ്
ഭാഷകളിൽ സംസാരിക്കുകയും പ്രവചിക്കുകയും ദൈവത്തിന്റെ വൻകാര്യങ്ങളെ പ്രസ്താവിക്കുകയും ചെയ്തു. उसमें क्या हो गया? पवित्र आत्मा उसको ऊपर में आकर के अन्य भाषा में बताया, वो पवित्र काम किया, वो बड़ा बड़ा चमत्कार का है, भविष्यवाणी बोलना शुरू हो गया, दर्शन देखना शुरू हो गया, बहुत बड़ा काम इनका जिंदगी में हो गया. അവിടെ വലിയൊരു ഉണർവ് സംഭവിച്ചു. बदलावट उधर हो गया. ദൈവത്തിന്റെ വാഗ്ദത്തം അവിടെ യാഥാർത്ഥ്യമായി തീർന്നു. परमेश्वर का प्रोमिस उधर हो गया था. അന്ത്യകാലത്തിൽ ഞാൻ സർവ്വജനത്തിന്മേലും എന്റെ ആത്മാവിനെ പകരും. अंत्यकाल में मेरा पवित्र आत्मा सभी आदमी को ऊपर आएगा, ऐसे प्रोमिस आ गया. വൃദ്ധന്മാരും യുവാക്കളും ദർശനങ്ങളെ ദർശിക്കും. ये युवा लोग, वो वृद्ध लोग, वो दर्शन देखेंगे. എന്റെ ദാസിദാസന്മാരുടെ മേൽ എന്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. मेरा सब लोग का ऊपर मेरा पवित्र आत्मा वर्ष करेगा. വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകൻ പ്രവചിച്ച ദൈവത്തിന്റെ വാഗ്ദത്തം ആ സിഹിയോൻ മാളിക മുറിയിൽ ഇറങ്ങി വന്ന യൂത്യരുടെ മേൽ അത് പകർന്നു. कई साल पहले प्रवाचक ने जो भविष्यवाणी दिया, वो चीज उसी दिन 120 वो आदमी का ऊपर ये पवित्र आत्मा बन गया. അങ്ങനെ ശക്തിയെ പ്രാപിച്ച ശിഷ്യന്മാർ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പുറപ്പെട്ട് യേശുവിന്റെ സുവിശേഷത്തെ പ്രചരിപ്പിച്ചു. वो शक्ति लेने के बाद ये ऐसे बैठा नहीं, इन्होंने पूरा दुनिया में जाकर प्रभु यीशु का नाम ऊंचा कर दिया. അങ്ങനെ ഇന്ത്യയിലും കർത്താവിന്റെ സുവിശേഷം കടന്നു വന്നു. ऐसे भी भारत में भी ये प्रभु का सुसमाचार आ गया. ഇത് മനുഷ്യരുടെ ബുദ്ധിപ്രകാരം പ്രവർത്തിക്കുന്ന ഒന്നല്ല. ये हमारा बुद्धि में चलने वाला नहीं है ये चीज. ദൈവത്തിന്റെ ശക്തമായ പരിശുദ്ധാത്മാവിന്റെ ആ ശക്തി മുഖാന്തരമാണ് ഇത് പ്രചരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. जैसे हम सुसमाचार करेंगे, वो पवित्र आत्मा ऊपर आएगा तो आप ये काम कर सकता. ഇന്ന് നമ്മുടെ മേലും പ്രവർത്തിക്കുന്ന ഒരു ശക്തിയുണ്ട്, പരിശുദ്ധാത്മ ശക്തി. वो हमारा शक्ति से नहीं होता है ये चीज. ये जो चीज जो होता है प्रभु का पवित्र आत्मा से आपका ऊपर आएगा तो आप परमेश्वर का काम करेगा. നിങ്ങളുടെ മേൽ പകർന്ന ഒരു ഉന്നത വിളിയുണ്ട്, അത് ദൈവമാണ് നിന്നെ വിളിച്ചിരിക്കുന്നത്. आपका ऊपर एक अच्छा बुलावट है, ये प्रभु यीशु का बुलावट है. കർത്താവിന്റെ കരങ്ങളിലെ ശക്തമായ ആയുധമായി തീപ്പന്തങ്ങളായി ദൈവത്തിന് ഇന്നും ഉപയോഗിക്കുവാൻ കഴിയും. अगर आप परमेश्वर का सब सौंपेंगे तो आपको एक बड़ा काम, चमत्कार काम आपका जिंदगी में प्रभु करेंगे. ആ 120 മേൽ പകർന്ന ആ തീയുടെ ശക്തി ഇന്ന് പകൽ നിങ്ങളുടെ മേൽ പകരുവാൻ പോകുകയാണ്. ऐसे 120 आदमी का ऊपर जो पवित्र आत्मा मिला, ऐसे आपका ऊपर भी पवित्र आत्मा आ जाएगा. ശക്തി ലഭിച്ചിട്ട് നിങ്ങളും ദൈവത്തിന്റെ വീര്യപ്രവൃത്തികളെ ചെയ്യുന്നവരായി തീരും. अगर आपको शक्ति मिल रही है तो आप चमत्कार काम आपका जिंदगी में कर सकता. വിശ്വാസമുണ്ട് കരങ്ങളോട് സ്തോത്രം ചെയ്യാം. अगर आप विश्वास करें तो आप हालेलुया बोलिए. ഇന്ന് പകൽ നിങ്ങളുടെ നടുവിൽ സർവശക്തൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. आज आपके बीच में परमेश्वर काम करता रहता है. അനേക ജീവിതങ്ങളെ പരിവർത്തനം ചെയ്യുവാൻ ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുകയാണ്. अनेक जीवित को आप परिवर्तन आपका थ्रू परिवर्तन हो जाएगा. അനേകരെ കുഴഞ്ഞ ചേട്ടിൽ നിന്നും കണ്ണുനീരിന്റെ താഴ്വരയിൽ നിന്നും ഉയർത്തിക്കൊണ്ടുവന്ന് ക്രിസ്തുവാകുന്ന പാറമേൽ നിർത്തുവാനുള്ള ദൗത്യമാണ് ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നത്. आपका एक दाऊद परमेश्वर दिया हुआ है, आपका एक काम दिया हुआ है. जो आदमी गिरा हुआ है परेशानी में, मुसीबत में, उनको ऊपर उड़ा के प्रभु का सामने लेके आना, ये शक्ति आपको ऊपर परमेश्वर दिया हुआ है. ഇന്നും അനേകർ മദ്യപാനത്തിലും മറ്റുള്ള തെറ്റായ ജീവിതത്തിൽ നയിച്ചുകൊണ്ടിരിക്കുന്ന ആയിരങ്ങളെ വീണ്ടെടുക്കുവാനുള്ള ഒരു അധികാരം നമ്മുടെ മേൽ തന്നിരിക്കുകയാണ്. आज देखो बहुत लोग परमेश्वर का रास्ता छोड़ के बंदीवान में बहुत बड़ा वेगान काम के लिए चलता है, लेकिन कुछ लोगों को आप जीवन ऊपर से लेके आना है. എന്നാൽ അവരെ വീണ്ടെടുക്കണമെങ്കിൽ നിങ്ങൾ കാത്തിരുന്ന് ഈ പരിശുദ്ധാത്മ ശക്തിയെ കരഗതമാക്കണം. लेकिन आप ये काम करने के लिए ये काम करना पड़ेगा, आप पवित्र आत्मा का ऊपर आना ही पड़ेगा. ആ ശക്തി आप ये करना पड़ेगा. ആ ശക്തിയാണ് നിങ്ങളെ നയിക്കേണ്ടത്. वो शक्ति से आपको आगे ആ जाना. ശക്തിയാണ് നിങ്ങളെ പ്രവർത്തിക്കേണ്ടത്. वो शक्ति आपका ऊपर है तो आप काम करेंगे. കർത്താവ് പറഞ്ഞു, നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് രോഗിയുടെ മേൽ കരങ്ങൾ വെച്ചാൽ അവർ സൗഖ്യമാകും. प्रभु ने कहा आपके पास ये शक्ति हो गई तो आपको बीमारी आदमी का सिर में आप हाथ लेके प्रार्थना करेंगे तो चंगा ही होगा. നിങ്ങൾ മരിച്ചവരെ ഉയർപ്പിക്കുവീൻ എന്ന് ശിഷ്യന്മാരോട് പറഞ്ഞു. तुम जो मरा हुआ को जी उड़ाने के लिए और शक्ति दिया हुआ
വിശ്വസിക്കുന്ന മേൽ ദൈവശക്തി വ്യാപരിക്കും. आज आप विश्वास करें तो पवित्र आत्मा शक्ति आप पर आएगा. നിങ്ങളുടെ ബന്ധനങ്ങൾ അഴിയും. आपका जो बंधन है वो छुटकारा होगा. നിങ്ങളുടെ ഭവനത്തിലുള്ളവരുടെ ബന്ധനങ്ങൾ കർത്താവിൽ അഴിക്കും. आपका घर का सभी परेशानी से ऊपर में यीशु ने आज दूर रखेंगे. അനേകരുടെ ബന്ധനങ്ങളെ അഴിക്കുന്ന ശുശ്രൂഷകരായി തീരും. कई लोग का बंधन आपको निकालेगा. അതാണ് എഴുതപ്പെട്ടിരിക്കുന്നത്, സർവശക്തനിൽ ആശ്രയിക്കുന്നവൻ എന്നേക്കും കുലുങ്ങാത്ത സിയോൻ പർവ്വതം പോലെ वो നിൽക്കും. बदलना इसे कहता सर्वशक्त में आप आश्रय करें तो तुम्हारा पास कोई भी परेशानी नहीं होगा. അവന് ഒരു അനർത്ഥവും ഭവിക്കുകയില്ല. तुम्हारी जिंदगी में कोई बाधा नहीं होगा. കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചിറകിന്മേൽ മറയ്ക്കുന്നത് പോലെ നിന്നെ കാത്തു സൂക്ഷിക്കും. पूरी तरह से जो पंजे में कैसे बनाता है, कैसे संभालता है, ऐसे भी आपको सब परमेश्वर यीशु ने संभालेगा. ഈ പർവ്വതം എന്ന് പറഞ്ഞാൽ അത് വലിയ ശക്തിയുള്ളതാണ്. അത് ചെറിയ കാറ്റടിച്ചാലോ കോളടിച്ചാലോ തിരമാലകൾ വന്നാലോ ഈ പർവ്വതം ഭയപ്പെടുകയില്ല. ये फार्मूला ऐसे कोई भी छोटा छोटा प्रॉब्लम में डरेगा नहीं, ये हिलेगा नहीं. ये शक्ति वाला चीज है पर्वत. നീ സർവശക്തനെ ആശ്രയിക്കുന്നതാണെങ്കിൽ ആ പർവ്വതം പോലെ നിന്നെ ഉറച്ചു നിർത്തുന്ന ഒരു ദൈവം ഇന്ന് ഇവിടെ തന്നിട്ടുണ്ട്. अगर तुम परमेश्वर को विश्वास करके उनको आश्रय करें तो जैसे पर्वत होता है ऐसे भी आपको शांति देके, आपको शक्ति देके, आपको बल देके आप ऊर्जा रहेंगे. ആ ദൈവമാണ് പറയുന്നത്, ഞാനാണ് നിന്നെ വിളിച്ചതെങ്കിൽ സ്വർഗീയ കനാലിൽ എത്തും വരെയും നിന്നെ സുരക്ഷിതനായി നടത്തും. ऐसे परमेश्वर आपको ये बोले तुम्हारा बुलावट, मैं आपको बुलावट किया हो तो तुमको तुम्हारा जिंदगी तक मैं आपका साथ रहेंगे. ഇന്ന് ആ 120 മേൽ പകർന്ന ശക്തി നിന്റെ മേൽ വരാൻ പോകുകയാണ്. तुम ऐसे विश्वास करें तो 120 आदमी का ऊपर जो पवित्र आत्मा आ गया, ऐसे पवित्र आत्मा आपका जिंदगी में आपका ऊपर में ही आएगा. നീ ആള് മാറിയവനെ പോലെ രൂപം മാറിയവനെ പോലെ ഒരു അത്ഭുത വിഷയമായി മാറാൻ ऐसे പോകുകയാണ്. विश्वास करें तो तुम्हारा पूरा बदलाव होगा. तुम्हारा से एक अद्भुत काम तुम देंगे. അനാഗരെ രൂപാന്തരപ്പെടുത്തുന്ന നീ ഒരു ശക്തിയായി മാറും. तुम ऐसे है, तुम्हारा ये शक्ति से अनेक लोगों को परेशानी लोग तो बदलावट हो गए. पवित्र आत्मा से आप वो शक्ति से प्रभु के सामने लेके आएंगे. കർത്താവിന്റെ കരങ്ങളിൽ ഇണങ്ങി ആയുധമായി നീ മാറും. तुम परमेश्वर को हाथ में सौंपो, तुम्हें अच्छा तरह का परमेश्वर करेगा. ഒന്നിനെ കുറിച്ച് നിങ്ങൾ ഭയപ്പെടേണ്ട. तुम किसी का बारे में डरना. കർത്താവ് നിങ്ങളെ സൂക്ഷിച്ചുകൊള്ളും. प्रभु आपको संभालेंगे. നിന്റെ വലതുവശത്തും ഇടതുവശത്തും മുന്നിലും പുറകിലും താഴെയും മേളിലുമെല്ലാം കർത്താവിന്റെ സാന്നിധ്യം ഉണ്ടാകും. तुम्हारा चारों तरफ प्रभु का शक्ति तुम्हारा ऊपर होगा. പിൻപടയായി മുൻപടയായി ദൈവത്തിന്റെ സൈന്യങ്ങൾ ദൂതന്മാർ നിങ്ങളെ സംരക്ഷണം ചെയ്യും. परमेश्वर को दूध लोग तुम्हारा चारों तरफ संभालेंगे. ആകയാൽ പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഉറച്ചു നിൽക്കുവീൻ, ധൈര്യത്തോടെ പോരാടുവീൻ. इसलिए मेरे भाई लोग, मैं ये कहता है तुम पवित्र आत्मा परमेश्वर का काम आप करने के लिए डरना नहीं. जब शक्ति से, ताकत से, प्रभु का ताकत है, आप ये काम करना है. നിങ്ങൾ അങ്ങനെ ഉറച്ചു നിൽക്കുവീൻ. ദൈവത്തിന്റെ മഹത്വം ഈ ദിവസങ്ങളിൽ കാണുമാറക്കുന്ന ഒരു ദൈവം നമ്മുടെ നടുവിലുണ്ട്. अगर ऐसे आप सिर लगेंगे तो आपका प्रभु का बहुत बड़ा चमत्कार काम आपका जिंदगी में होगा. ഇന്ന് ഈ പകൽ ദൈവത്തിന്റെ ശക്തമായ ദൂത് നമ്മെ അറിയിച്ചിട്ടുണ്ട്. आज का दिन में आप सुना है प्रभु का दूध. ഞാൻ പ്രത്യേകിച്ച് ഒരുങ്ങിക്കൊണ്ടു വന്ന സന്ദേശമല്ല ഇന്ന് അവതരിപ്പിച്ചത്. मैं ये पहले ये प्रिपेयर करके आया हुआ ये वचन नहीं है आपको. തത്സമയം ദൈവത്തിന്റെ ആത്മാവിനെ എന്ത് പ്രചോദിപ്പിച്ചുവോ അത് ഞാൻ നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു. मेरा ऊपर पवित्र ने क्या बोला वो चीज मैं आपको. അത് നിങ്ങൾ കരഗതമാക്കുക, ദൈവത്തിന്റെ സാന്നിധ്യത്തെ രുചിച്ചറിയുക. जो आप ये प्राप्त करके प्रभु का सामने आइए, प्रभु का साथ आइए तो आपको आशीष मिलेगी. നിങ്ങൾ ഒരിക്കലും പരാജയപ്പെടുകയില്ല. कभी भी पराजय नहीं. ദൈവം നിങ്ങളെ വഴി നടത്തും. परमेश्वर आपको रास्ता दिखाया, वो रास्ते में चला. അസ്വർഗീയ കനാനിൽ കൊണ്ടെത്തിക്കുന്നവരെയും ആത്മസാന്നിധ്യം നിന്നോടുകൂടെ ഉണ്ടാകും. उस स्वर्गीय कनान तक आपका साथ परमेश्वर होगा. ഈ സമയം ഈ വചനത്തെ ട്രാൻസ്ലേറ്റ് ചെയ്ത സാറിനുള്ള നന്ദി അറിയിക്കുന്നു.
तो मैं मेरा ट्रांसलेटर को मेरा नंदी देता हूँ വളരെ ശ്രദ്ധയോടെ ഈ സന്ദേശത്തെ കേട്ടുകൊണ്ടിരുന്ന നിങ്ങൾ ഓരോരുത്തരുമുള്ള നന്ദി അറിയിക്കുന്നു. जो आप भजन सुना हुआ है सबको मेरा थैंक्स बोलता हूँ നിങ്ങൾ വളരെയധികം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു എന്നുള്ളതാണ് ഈ സന്ദേശം നന്നായിട്ട് അവതരിപ്പിക്കുവാൻ എന്നെ സഹായിച്ചു. ये संदेश आपको देने के लिए आपका प्रार्थना हुआ था इसलिए मेरे को ऐसे बोलने के लिए प्रभु ने मौका दिया. വിശേഷാൽ ഓൺലൈൻ വഴിയായി ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ പ്രസിഡന്റ് സാർ, ഞങ്ങളുടെ ടീച്ചേഴ്സ്, ഞങ്ങളുടെ സുഹൃത്തുക്കൾ എല്ലാവരോടുമുള്ള നന്ദി അറിയിക്കുന്നു. जो ऑनलाइन में जो सुना हुआ है सबको जो प्रेसिडेंट साहब टीचर्स अनेक लोग को ये अभी आने वाला सुना हुआ सुनेगा उसको भी मैं नंदी बोलता हूँ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. थैंक यू. गॉड ब्लेस यू.